ക്ഷമേ, നമ്മൾ പലതരത്തിലുള്ള അഡിക്ഷനുണ്ട്. പ്രത്യേകിച്ച് കുട്ടികൾക്കിപ്പം മൊബൈൽ, നമ്മൾ കോവിഡ് കാലത്താണ് കുട്ടികൾ മൊബൈൽ, അതിനു മുമ്പൊക്കെ നമ്മൾ ക്ലാസ് എടുക്കാനൊക്കെ പോയിട്ടുണ്ട്. അതായത് കുട്ടികളുടെ മൊബൈലിൻ്റെ ദുരുപയോഗം കോവിഡിന് മുമ്പ്, കൊറോണ കാലത്തിന് മുമ്പ്. പക്ഷെ പിന്നീട് അതിൻ്റെ ക്ലാസ് എടുക്കേണ്ട ആവശ്യമില്ല, കാരണം എല്ലാ കുട്ടികളുടെ കയ്യിലും സർക്കാർ തന്നെ മൊബൈൽ കൊടുത്തു. അത് ഓൺലൈൻ പഠനത്തിൻ്റെ ഭാഗമായിട്ടാണ് വിദ്യാഭ്യാസം മുടങ്ങാതിരിക്കാൻ വേണ്ടി. പക്ഷെ നമ്മളിവിടെ ഇപ്പം ഞെട്ടിക്കുന്ന ഒരു വാർത്ത നമ്മളുടെ മുന്നിലുണ്ട്. അതൊരു ആത്മഹത്യയാണ്. ആത്മഹത്യ എന്ന് കേൾക്കുമ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ നമുക്ക് വലിയ ഞെട്ടലൊന്നും ഉണ്ടാകാറില്ല. പക്ഷേ ഇവിടെ ആത്മഹത്യ ചെയ്തിരിക്കുന്നത് ഒരു 4ാം ക്ലാസ്സുകാരനാണ്. 9 വയസ്സ് മാത്രമുള്ള കുട്ടി ആണ് ആത്മഹത്യ ചെയ്തു. അതായത് കാർട്ടൂൺ കാണാൻ വേണ്ടിയിട്ട് TV ചാർജ് ചെയ്ത് കൊടുത്തില്ല. ആ കാരണം കൊണ്ടാണ് ആത്മഹത്യ ചെയ്തത്. അതെ, ഹരിപ്പാട് 4ാം ക്ലാസ് വിദ്യാർത്ഥി ബാബു കല ദമ്പതിമാരുടെ മകനായിട്ടുള്ള കാർത്തിക് 9 വയസ്സ്. കഴിഞ്ഞ 18-ാം തീയതിയാണ് ഈ കുട്ടി രാവിലെ വീടിന് സമീപമുള്ള ചായ്പിൽ കയറി തൂങ്ങിയത്. ഇത്രയും ദിവസം ആശുപത്രിയിലായിരിക്കുമായിരുന്നു, ചികിത്സയിലായിരുന്നു. തിരുവല്ലയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഇരുന്നത്. ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നു. വളരെ ദുഃഖകരമായിട്ടുള്ള വാർത്തയാണ് വരുന്നത്. ഈ ചില കാർട്ടൂണുകൾ കുട്ടികൾക്ക് അഡിക്ഷൻ ഉണ്ടാക്കുന്നുണ്ട്. ചില കാർട്ടൂണുകൾ കുട്ടികൾക്ക്, ചില വീടുകളിൽ ഈ കുട്ടികള് കൊച്ചി TV എന്നൊക്കെ പറഞ്ഞ ചാനലുകളുണ്ട്. ഇതൊക്കെ വന്ന് അതുപോലെ കുറെ കാർട്ടൂൺ ചാനലുകളുണ്ട്. ഈ കുട്ടികൾ ഇത് മാറ്റാൻ സമ്മതിക്കത്തില്ല, നമുക്ക് വാർത്ത പോലും കാണാൻ സമ്മതിക്കത്തില്ല. എൻ്റെ വീട്ടിൽ പിന്നെ അങ്ങനെ അഡിക്ഷൻ എന്ന് പറഞ്ഞു പോകാൻ പറ്റത്തില്ല. ഇപ്പം നമ്മൾ 8 മണിക്ക് വാർത്താ ചാനൽ വെക്കാൻ തുടങ്ങിയാൽ അവർക്ക് ആ സമയത്ത് എന്തോ കൊച്ചുവാവയോ, അനിയൻ ബാവ, ചേട്ടൻ ബാവ, ഇങ്ങനെയൊക്കെ പറയുന്ന കുറേ സാധനങ്ങളൊക്കെ വരും. അപ്പം അവര് ബാവ ഈ സാധനം വരും. അപ്പം ഇത് കാണണം. ഈ കണ്ടത് തന്നെ പിന്നെയും കാണുന്നത്, തലേന്ന് കണ്ടത് തന്നെയാണ് പിന്നെയും കാണാൻ വന്നിരിക്കുന്നത്. ഈ കഥ കാണുന്നതിന് മുമ്പ് ഇരുന്ന് പറയുകയും ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് ഈ കുട്ടികളുടെ ഇതിനോടുള്ള ഒരു ഭ്രമം, അഡിക്ഷൻ, അപ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്ന മാതാപിതാക്കളില്ലേ? അതെ, അഡിക്ഷൻ. ചില കാർട്ടൂണുകൾ വളരെ അഡിക്ഷൻ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അതിൻ്റെ ബാക്കി എന്താണ് എന്നുള്ളത് അറിയാൻ വേണ്ടി ഒരു ആകാംക്ഷ, ഒരു ത്വര ഈ കുഞ്ഞുങ്ങൾക്കുണ്ടാകും. ഇപ്പോഴത്തെ ഒരു വലിയ പ്രത്യേകത എന്തറിയാമോ? അമ്മമാര് പിന്നെ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കണമെങ്കിൽ ഈ ഇതുപോലെ കാർട്ടൂണുകൾ എടുത്ത് ഫ്രണ്ട് ഇട്ട് കൊടുക്കും. ചെറിയ കുഞ്ഞുങ്ങളായിരിക്കും, അവരിപ്പോൾ ആഹാരം കഴിക്കണമെങ്കിൽ ഈ മൊബൈൽ വേണം. മൊബൈൽ ഉണ്ടെങ്കിൽ ആഹാരം കഴിക്കേണ്ടി വരും. ഭയങ്കരമായി കരയുന്ന ചില കുഞ്ഞുങ്ങളെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് മൊബൈൽ കൊടുക്കാതിരുന്നിട്ട്. അതായത് അമ്മ മൊബൈൽ കൊടുക്കുന്നില്ല. അതെന്തുകൊണ്ടാണ് കുഞ്ഞിനെ പിന്നെ കരയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ആദ്യമേ മൊബൈൽ കൊടുത്ത് ശീലിപ്പിച്ചു. ചെറിയ കുഞ്ഞിന് ആഹാരം കഴിക്കണമെങ്കിൽ ഈ കാർട്ടൂൺ കാണിക്കുമ്പോൾ ആഹാരം കഴിക്കുമെന്ന ധാരണയിൽ ഈ കുഞ്ഞിനെ മൊബൈൽ ഇട്ട് കൊടുക്കും. പിന്നീട് ഇത് കൊടുക്കാതെ പോകുമ്പോഴത്തേക്കും കുഞ്ഞ് കരയും. പിന്നെ കുഞ്ഞിൻ്റെ കരച്ചിൽ അടക്കാൻ വേണ്ടി പിന്നെ ഇത് കൊടുത്തുകൊണ്ടേയിരിക്കും. ഇത് വലിയ അപകടം ചെയ്യും. അതാണ് സംഭവിക്കുന്നത്. അല്ല, ചില കാർട്ടൂണുകൾ, ചില ഗെയിമുകൾ, ഇതൊക്കെ കുഞ്ഞുങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഒരുപാട്. ഒന്നാമത്തെ കാര്യം, ഈ കേരളം എന്ന് പറയുന്ന ഒരു ആത്മഹത്യയുടെ ഒരു വലിയ കേന്ദ്രമാണ്. ഇക്കഴിഞ്ഞ കണക്കുകൾ, ഇവിടെ കണക്കുകൾ എടുത്തു കഴിഞ്ഞാൽ വലിയ കണക്കുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമുക്ക് 2022 വരെയുള്ള കണക്കാണ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. 2 വർഷം മുമ്പ് 10,162 ആത്മഹത്യ. അതിനു മുമ്പ് 2017 എത്രയായിരുന്നു? 7,870 ആയിരുന്നിടത്ത് 2022 നാഷണൽ ക്രൈം NCRBയുടെ കണക്ക് വരുമ്പോൾ ഇത് 10,162. അതും 21.3% വർധന അവിടെ ഉണ്ടായിരിക്കുന്നത് ആത്മഹത്യയിൽ. മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് ആളുകൾ, മുതിർന്നവരും കുട്ടികളും കടന്നു. മുതിർന്നവരും കുഞ്ഞുങ്ങളും എല്ലാം. സ്ട്രെസ് എന്നുള്ള വാക്ക് നമ്മൾ അധികം കേട്ടിട്ടില്ലാത്ത ഒരു വാക്കായിരുന്നു. അതെ. സ്ട്രെയിൻ എന്നൊക്കെ പറയുമ്പോൾ സ്ട്രെസ്. ഇപ്പൊ സ്കൂളുകളിലൊക്കെ കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് പ്രത്യേകം കൗൺസിലേഴ്സ് വരുന്നുണ്ട്. പണ്ട് നമ്മൾ പഠിക്കുന്ന കാലത്തൊന്നും അങ്ങനെ പ്രത്യേകിച്ച് കൗൺസിലർ ഒന്നും ഇല്ലല്ലോ. 2 അടി കൂടിയാലും കൂടി ഇപ്പൊ ഒരു കുട്ടിയെ വേറൊരു കുട്ടി പിടിച്ച് തള്ളിയാൽ പോലും നേരെ ആ സ്കൂളിലെ കൗൺസിലറിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ എന്തോ. ഞാൻ പഠിക്കുമ്പോൾ കൗൺസിലർ ഉണ്ടായിരുന്നു. അത്യാവശ്യം വേണം. അത് വേണം. അത് നല്ലൊരു കാര്യമാണ്. കൗൺസിലിംഗ് എന്ന് പറയുന്നത് നല്ലൊരു സാധനമാണ്. അപ്പൊ ഇവർക്ക് ഇപ്പൊ നമ്മൾ ഈ രക്ഷിതാക്കളോട് പറഞ്ഞു കൊടുക്കുന്ന കാര്യം, കുട്ടികളിൽ അഡിക്ഷൻ ഉണ്ടാക്കുന്നത് എന്താണോ അതിൽ നിങ്ങൾ ശ്രദ്ധ വെക്കണം. അതിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ നിങ്ങളുടെ ജോലി തിരക്കിനൊപ്പം, ജോലിയുടെ ഭാരങ്ങൾക്കൊപ്പം ഇങ്ങനെ ഓടുന്നതിനിടയിൽ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങൾ എന്തിൽ താല്പര്യം കാണിക്കുന്നു എന്നുള്ളത് നമ്മൾ മാതാപിതാക്കൾ അറിഞ്ഞിരിക്കണം. അത് അറിയുന്നില്ലെങ്കിൽ അത് കുഞ്ഞിൻ്റെ തെറ്റല്ല, നമ്മുടെ തെറ്റാണ്. മാതാപിതാക്കളുടെ, നിങ്ങളാണ് കുറ്റക്കാരൻ. ഇപ്പോൾ ഇവർക്കിപ്പോൾ എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപക്ഷെ
പണമില്ലാത്തത് കൊണ്ടായിരിക്കും TV ചാർജ് ചെയ്യാഞ്ഞത്. ചിലപ്പോൾ ഈ കുഞ്ഞ് ഓവറായി ഇതിൽ അഡിക്ഷൻ ഇതിന് വരുന്നു എന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കാം ഇത് കാണാതിരിക്കാൻ വേണ്ടി ഇത് ചെയ്തു വെച്ചു കൊടുത്തത്. ഇത് രണ്ടാണെങ്കിൽ ഇത് നേരത്തെ തന്നെ കണ്ടുപിടിക്കണമായിരുന്നു. നേരത്തെ തന്നെ കണ്ടുപിടിച്ച് നമ്മൾ അഡിക്ഷൻ ഉണ്ടാക്കുന്ന എന്ത് വസ്തുവാണോ ആ വസ്തു ദോഷം ചെയ്യുന്നതാണെങ്കിൽ അതിൽ നിന്നും കുഞ്ഞിനെ പതിയെ കൊണ്ട് മാറ്റിയെടുക്കണം. നമ്മളെ കൊണ്ട് അത് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വിദഗ്ധരായിട്ടുള്ള ആരെങ്കിലുടെയും സംശയം നമുക്ക് ദൂരീകരിക്കാമല്ലോ. ഇപ്പോൾ എല്ലാവരുടെയും നമ്പറുകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ഒരു സൈക്കോളജിസ്റ്റിൻ്റെ നമ്പർ വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കത് കിട്ടാവുന്നതേ ഉള്ളൂ. 4ാം ക്ലാസ്സുകാരനാകുമ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ അവൻ്റെ സ്കൂളിൽ സൈക്കോളജിസ്റ്റ് ഒരു കൗൺസിലർ ഉണ്ടായിരിക്കും. കൗൺസിലർ ആ സ്കൂളിനോട് തന്നെ തേടിക്കൊണ്ട് ഒരു കൗൺസിലറെ വെച്ചുകൊണ്ട് ഇവൻ്റെ എന്താണ് ഈ കുഞ്ഞിൻ്റെ പ്രശ്നം എന്ന് മനസ്സിലാക്കി അതിനെ ആ രീതിയിൽ കൈകാര്യം ചെയ്യണമായിരുന്നു. ഇപ്പോൾ കുഞ്ഞുങ്ങളെന്നാത്ത കാര്യം ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ വളരെ സെൻസിറ്റീവാണ്. എന്ത് കാര്യത്തിലും അവർ പെട്ടെന്ന് കയറി പ്രതികരിച്ചു കളയും. അല്ല, അതിൻ്റെ ഒരു കാര്യം ഞാൻ പറയാം. ഈ കുഞ്ഞുങ്ങളെ ഇപ്പോൾ ഈ മാതാപിതാക്കൾ ചെയ്യുന്നത്, പണ്ടൊക്കെ നമ്മളെ അച്ഛനും അമ്മയും നമ്മളെ വഴക്ക് പറയും, അടിക്കും, ഇതെല്ലാം ചെയ്യും. പക്ഷെ ഇപ്പോൾ ഈ കുഞ്ഞുങ്ങളൊക്കെ 1-2 പേര് ഒക്കെ അല്ലേ ഉള്ളൂ. ഇവരെ ഈ മാതാപിതാക്കൾ വഴക്ക് പറയുകയോ ഒന്നും ചെയ്യത്തില്ല. അതെ, അണുകുടുംബമാണ്. വഴക്ക് പറയണം. വഴക്ക് പറയുമ്പോൾ പ്രത്യേകത ഒരു തവണ കേൾക്കുമ്പോൾ ഒരു വിഷമം വരും. പിന്നീട് അവൻ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങും. വഴക്ക് പറയുമ്പോൾ തെറ്റെന്നല്ല, വഴക്ക് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ സൂക്ഷിക്കുക. അത് പ്രധാനപ്പെട്ടതാണ്. അത് ഉള്ളിൽ കുഞ്ഞിന്റെ ഉള്ളിൽ പതിഞ്ഞു കഴിഞ്ഞാൽ അവന്റെ മനസ്സിനുള്ളിൽ നമ്മളത് അവന് കോറിയിട്ട് കൊടുക്കുക എന്ന് പറയും. അവന്റെ മനസ്സിനുള്ളിൽ പോയി കോറിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവൻ അത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും. പിന്നെ അല്ല, തെറ്റ് ബോധ്യപ്പെടുന്ന തരത്തിൽ വഴക്ക് പറയണം. അതെ, അല്ലാതെ ഈ എന്തോ ഒരു കുറ്റവാളിയെ കൈ കിട്ടിയതുപോലെ അവനെ തെറി പറയുക എന്നുള്ളതല്ല. അതെ, ചില മാതാപിതാക്കൾ കുറ്റവാളികളെ പോലെ കുഞ്ഞുങ്ങളെ കണ്ടുകളയും. എന്താ ഇവരെ ഇവരെ അടിച്ചാൽ മാത്രമേ നന്നാവുകയുള്ളൂ എന്നുള്ള ഇതാണ് വന്നിരിക്കുന്നത്. 2022 ആത്മഹത്യയുടെ കണക്ക്, കുഞ്ഞുങ്ങളുടെ ആത്മഹത്യയിൽ എത്രയാണെന്ന് അറിയാമോ? 12.4% വർധനവ് ഇവിടെ കേരളത്തിൽ. 22 NCRBയുടെ കണക്കാ. ഇനിയിപ്പോൾ വരാതിരിക്കുന്നു 23 വരാതിരിക്കുന്നു, 24 ഇപ്പോൾ കഴിഞ്ഞുമ്പോൾ 24 കണക്ക് വരും. ഇതെല്ലാം കൂടെ കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവും. 12.4% വർധനവ് കുട്ടികളുടെ ആത്മഹത്യയിൽ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അല്ല, ഞാൻ ഈ അടുത്ത് നമ്മുടെ നാട്ടിലൊരു സംഭവം ഉണ്ടായി. അത് ഈ കുട്ടികൾ, അവർ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ്. അവർ ബേക്കറി ചെന്നിട്ട് 3 പേരോ മറ്റോ ഉണ്ട് ആൺപിള്ളേർ. ബേക്കറി ചെന്നിട്ട് അവിടുന്ന് ഈ ലഡു, പപ്സ് ഒക്കെ എടുത്തുകൊണ്ട് പോരുന്നു. ബേക്കറി ചെല്ലുന്നു, വലിയ ബേക്കറിയാണ് അവിടുത്തെ, എടുത്തുകൊണ്ട് പോരുന്നു. ഈ ബേക്കറിക്കാരൻ നേരെ സ്കൂളിൽ മോഷ്ടിച്ചു. അങ്ങനെ കുട്ടികൾ അവരൊരു ആഗ്രഹത്തിന്റെ പുറത്തൊക്കെ എടുത്തുകൊണ്ട് പോകുന്നതാണല്ലോ, അവരെടുത്തോണ്ട് പോയി. ഈ യൂണിഫോം വെച്ചിട്ട് ഏത് സ്കൂളിലെ കുട്ടികളാണെന്ന് മനസ്സിലാക്കിയിട്ട് ഈ ബേക്കറി മുതലാളി നേരെ സ്കൂളിലേക്ക് ചെന്നു. സ്കൂളിൽ ചെന്ന് ഹെഡ് മാസ്റ്റർ കുട്ടികളെയും കൊണ്ട് നേരെ ബേക്കറിയിലേക്ക് വന്നു. എന്നിട്ട് അച്ഛനെയൊക്കെ വിളിച്ചു വരുത്തി, പിള്ളേരുടെ അച്ഛനെയൊക്കെ വിളിച്ചു വരുത്തി, മാതാപിതാക്കളെ വിളിച്ചു വരുത്തി അയാൾ വന്നു. അപ്പോൾ ഈ അതിലൊരു കുട്ടിയുടെ അച്ഛന് ഇതൊരു വല്ലാത്ത വിഷമമായി പോയി. അപ്പോൾ ബേക്കറിയിൽ വെച്ച് തല്ലി എന്നാണ് പറയുന്നത്, ഈ മകനെ തല്ലി എന്നാണ് പറയുന്നത്. നമ്മൾ ദൃസാക്ഷിയല്ല, പക്ഷെ പറഞ്ഞു കേട്ടാണ്. പക്ഷെ എന്തായാലും പിറ്റേ ദിവസം ഈ അച്ഛനും അമ്മയും ജോലിക്ക് പോയ സമയത്ത് ഈ കുട്ടി ആത്മഹത്യ ചെയ്തു. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി. അവൻ പറയുന്നത് അവനല്ല ചെയ്തത്, ഇവൻ കൂടെ പോവുമായിരുന്നു, എടുത്തത് വേറെ ആളാണ്, ഞാൻ കൂടെ പോവുമായിരുന്നു. അങ്ങനെ ആയാൽ പോലും ഇതിനകത്തൊരു വലിയ പെശകുള്ളത് ആ സ്കൂളുകാർ കാണിച്ചത് ഒരു തെറ്റ്. രണ്ടാമത് ആ പിതാവ് ഒരിക്കലും അത്രയും ആളുകളുടെ മുമ്പിൽ വെച്ച് അവനെ തല്ലാൻ പാടില്ലായിരുന്നു. അപ്പം സ്കൂള് അധികൃതർ പറയുന്നത് ഞങ്ങളുടെ തെറ്റല്ല, അവനെ അടിച്ചതുകൊണ്ടാണ് അവൻ ആത്മഹത്യ ചെയ്തത്. പക്ഷേ സ്കൂളുകാർ തെളിവെടുപ്പിന് കൊണ്ടുവരുന്നത് പോലെ കൊണ്ടുവന്ന് ബേക്കറിയിലേക്ക് തന്നെ കുട്ടികളെ കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തുകയാണ് അത്ര ആളുകളുടെ മുമ്പിലേക്ക്. അപ്പോൾ ഇതൊക്കെ ഇത്തരം പെശകുകൾ മുതിർന്നവർ വരുത്തി വെക്കുകയാണ്. കുട്ടികളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാനുള്ള ശേഷിയും അല്ലെങ്കിൽ ബോധവും ഈ മുതിർന്ന ആളുകൾക്ക് ഇല്ലാതെ പോകുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. ഞാൻ പണ്ടൊരിക്കൽ ഒരു മീറ്റിങ്ങിന് പ്രസംഗിക്കാൻ പോയി, ഒരു ക്ലാസ് എടുക്കാൻ പോയി, ഒത്തിരി വർഷം 2012 ആ സമയത്ത്. അപ്പോൾ അവിടെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യനുണ്ട് ആ മീറ്റിങ്ങിൽ. അവൻ്റെ സഹോദരിയുണ്ട്, അവൾ 7ാം ക്ലാസ്സിലാണ്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അതിൻ്റെ സംഘാടകരായിട്ടുള്ള ഒരു യുവതിയുണ്ട്, അവർ ഒരു സ്ത്രീയാണ്. അപ്പോൾ അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഈ പയ്യൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്, അപ്പോൾ അവനെന്തോ പ്രശ്നം, വീട്ടുകാർ വഴക്ക് പറയുകയോ മറ്റോ ചെയ്തപ്പോഴത്തേക്കും നല്ല സമ്പത്തുള്ള കുടുംബത്തിലെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നവൻ ആത്മഹത്യ ചെയ്തു. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ ഞെട്ടി, കാരണം 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ, വളരെ എനർജറ്റിക് ആയിട്ടുള്ള പയ്യൻ ആത്മഹത്യ ചെയ്തു. ഒരുപാട് ആത്മഹത്യകൾ നടക്കുന്നുണ്ട്. അതായത് ഒരു ആത്മഹത്യ നടക്കുമ്പോൾ 20 പേർ ആത്മഹത്യാ ശ്രമം നടത്തിയിട്ടുണ്ടെന്നാണ് നമ്മുടെ കണക്ക്. ഔദ്യോഗികമായി തന്നെ പറയുന്നതാണ് ഇത്. NCRB ഒക്കെ ഔദ്യോഗികമായി പറയുന്നവരാണ്. നമ്മുടെ നാട്ടിൽ ഒരു ആത്മഹത്യ നടക്കുമ്പോൾ, ഒരാൾ ആത്മഹത്യ ചെയ്യുമ്പോൾ 20 പേർ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഈ ആത്മഹത്യ ചെയ്യുന്നത് പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടും. അതുകൊണ്ട് പലരും ബാക്കി 20 പേരെ രക്ഷിക്കുന്നതാണ്. അത് അങ്ങനെയാണ് കണക്ക് പറയുന്നത് തന്നെ.
ഈ കുഞ്ഞുങ്ങളുടെ ആത്മഹത്യയിൽ 12.3% വർധനം എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ഇവിടെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം, വളരെ സൂക്ഷിക്കണം, കുട്ടികളെ ശ്രദ്ധിക്കണം, ചേർത്ത് പിടിക്കുക. ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അതായത് ഈ കുട്ടികളെയൊക്കെ വഴക്ക് പറയുമ്പോൾ അല്ലെങ്കിൽ 2 അടി കൊടുക്കുമ്പോൾ അടിക്കരുത് കുഞ്ഞുങ്ങളെ. ഇത് ചെയ്തിട്ട് നമ്മൾ നേരെ നമ്മുടെ കാര്യം നോക്കി പോകരുത്. നമ്മൾ ആ കുട്ടിയുടെ അടുത്ത് അപ്പോൾ അവനോ അവളോ അവരുടെ മുറിയിലേക്ക് പോകുമ്പോൾ അവരെ പിന്നാലെ ചെല്ലണം. പല രക്ഷിതാക്കളും ചെയ്യാത്തൊരു കാര്യം, അടി കൊടുത്തിട്ടോ അല്ലെങ്കിൽ വഴക്ക് പറഞ്ഞിട്ടോ അവരെ കാര്യം തിരക്കി പോകും. അപ്പോൾ കുഞ്ഞിൻ്റെ മനസ്സിൽ ആ വേദന നിൽക്കുന്നുണ്ട്, കുഞ്ഞ് എന്ത് ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അറിയാൻ പോയി. അപ്പോൾ അതുകൊണ്ട് അവരുടെ പുറകെ പോകണം. ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഞാൻ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, എൻ്റെ സുഹൃത്ത് കുറച്ച് വിട്ടിത്തരങ്ങൾ കാണിച്ചു ഈ കാര്യത്തിൽ. അദ്ദേഹം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം അദ്ദേഹത്തിന് കാണാൻ അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ചെറിയ കൊച്ചു കുഞ്ഞാണ്. അപ്പോൾ അവനോട് പറഞ്ഞു കൊടുക്കുന്നു, അവനെ ഭയപ്പെടുത്തുന്നു, അമ്പിളിമാമൻ വരുമെന്ന്. ആഹാരം കഴിച്ചില്ലേ അമ്പിളിമാമൻ എന്ന് പറയുന്നത് അവൻ്റെ മനസ്സിലെ എന്തോ ഒരു വലിയ പ്രശ്നക്കാരനായിട്ടുള്ള ഒരാളായി ഇവൻ ചിത്രീകരിച്ച് കൊടുക്കുകയാണ് ഇങ്ങനെ. എന്നിട്ട് ആഹാരം കഴിപ്പിക്കുന്നത്. അമ്പിളിമാമൻ കഴിച്ചില്ലെങ്കിൽ അമ്പിളിമാമൻ വരും, പിടിച്ചോണ്ട് പോകും. അമ്പിളിമാവനെ നല്ല മനോഹരമായിട്ടാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. അതെ, ഇവൻ നേരെ തിരിച്ചു പറഞ്ഞു കൊടുക്കും. അമ്പിളിമാവൻ ഒരു വലിയ നമ്മുടെ മറ്റേ വിയറ്റ്നാം കോളനിയിലെ റാവുത്തറെ പോലുള്ള ഇത് വലിയ പ്രശ്നക്കാരനാണ് ഈ അമ്പിളിമാവൻ എന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞത് ഇങ്ങനെ ചെയ്യരുത്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാലുള്ള കുട്ടി അതിനെ നെഗറ്റീവായിട്ട് എടുക്കും. കുഞ്ഞിനെ ഭയപ്പെടുത്തരുത്, ഭയപ്പെടുത്തി ആഹാരം കൊടുക്കാൻ ശ്രമിക്കുകയേ ചെയ്യരുത്. കുഞ്ഞിന്റെ മനസ്സിലത് അത് അങ്ങനെ ഒരു പ്രശ്നമായി കിടക്കും. ചിലർ കുഞ്ഞിനെ ഭയപ്പെടുത്തി ആഹാരം കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. ഇത് കഴിഞ്ഞ് പിറ്റേ ദിവസം തൊട്ടടുത്ത ദിവസം ഇവൻ എന്നോട് പറഞ്ഞു, നീ പറഞ്ഞ വളരെ ശരിയാന്ന് പറഞ്ഞു. ഞാൻ എന്ത് പറ്റിയിടാന്ന് വെച്ചു. അപ്പം പറഞ്ഞു, രാത്രിയായപ്പോൾ ഈ കുഞ്ഞ് എണ്ണീറ്റ് പോയിട്ട് അമ്പിളിമാമ പോന്ന് പറയുന്നത്. ഇവരുടെ അടുത്ത് നിന്ന് അവനും അവൻ്റെ ഭാര്യയുടെ അടുത്ത് കിടന്ന് കുഞ്ഞ് പെട്ടെന്ന് കട്ടിൽ എഴുന്നേറ്റ് നിന്നിട്ട് അമ്പിളിമാമ പോന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു, ഒരു കാരണവശാലും ചെയ്തത് കുഞ്ഞിനെ മനസ്സിൽ അത് ഇങ്ങനെ കിടക്കും, അത് ഫീഡായി കുഞ്ഞിനെ, അത് പറഞ്ഞു മാറ്റണമെന്ന് പറഞ്ഞു എത്രയും വേഗം. ശരി.